ഈ കത്ത് ചോർത്തി എന്നാണ് ഔദ്യോഗിക രേഖയാക്കി ഇപ്പൊ കോടതിയിൽ വന്നിരിക്കുകയാണ് കത്ത്. അപ്പൊ കത്തിനൊരു ആധികാരികതയുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം എന്താ, ആരോപണ വിധേയനായ ആള് തന്നെയാണ് കത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അയാൾ പറയുന്നില്ല ഇത് ഇല്ലാത്ത കത്താണ്, ഇതുള്ള കത്താണെന്നാണ് ആരോപണ വിധേയൻ പറയുന്നത്. അപ്പൊ ആരോപണകർത്താവ് ഈ കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ. അതവർ മൂടി വെച്ചു. സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് അത് മൂടി വെച്ചു. ഇപ്പോൾ ഇത് പുറത്തായതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവാദമായിരിക്കുന്നത്. ആരോപണകർത്താവ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്താണ് പങ്ക്, അയാൾക്ക് എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൽ പങ്ക്, ഇത് റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത്, അതാണ് ആരോപണം. അപ്പൊ അതിലെന്ത് പങ്കാണ് ഇദ്ദേഹത്തിനുള്ളത്? പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്ന കത്തിന്റെ കോപ്പി എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കയ്യിൽ എത്തുന്നത്? അപ്പൊ ദുരൂഹതയാണ് മുഴുവൻ. ആ ദുരൂഹത പാർട്ടി തന്നെ വെളിപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തട്ടെ. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയല്ലേ, പോളിറ്റ് ബ്യൂറോന് കിട്ടിയ കത്തല്ലേ. കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നിരവധി, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നത്, നിരവധി CPM നേതാക്കന്മാരുടെ പേര് ഈ കത്തിലുണ്ട്. അത് അന്നത്തെ കാലത്തുള്ള CPM നേതാക്കളുടെ ബന്ധമാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി CPM നേതാക്കൾക്ക് ഈ വ്യക്തിയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ആരെയും പേര് പറയുന്നില്ല, വരട്ടെ, പുറത്തു വരട്ടെ. കത്തിലുണ്ടല്ലോ എല്ലാം. അറിയപ്പെടുന്ന CPM നേതാക്കന്മാരായ ധാരാളം ആളുകളുടെ പേരുകൾ ഈ കത്തിലുണ്ട്. സാമ്പത്തിക ഇടപാട് നടത്തിയതായിട്ടാണ് ഈ കത്തിലുള്ളത്. ഇയാളുമായിട്ട് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് നടത്തിയിട്ടുള്ളത്? അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ? ഇതൊരു കടലാസ് കമ്പനി രൂപീകരിച്ചിട്ടാണ് ഈ ഇടപാട് നടക്കുന്നത്. പുറത്തു വരട്ടെ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കത്തിലുള്ളത്. പുറത്തു വരട്ടെ, എന്താണെന്നുള്ളതിന്റെ മറുവശം കൂടി പറയട്ടെ.